കന്നുകാലി വളർത്തലും കൃഷിയും ഉപജീവനമാക്കിയ ഗ്രാമീണർ വസിക്കുന്ന അതിസുന്ദരമായ ഒരു ഗ്രാമം. തമിഴ്നാട്ടിലെ തെങ്കാശിയിലുള്ള മേക്കരൈ എന്ന ഗ്രാമമാണിത്. നോക്കത്ത ദൂരത്തോളം പരന്നു കിടക്കുന്ന നെൽപ്പാടങ്ങളും തെങ്ങിൻ തോപ്പുകളും ജലസേചനത്തിനു വേണ്ടി നിർമ്മിച്ചിട്ടുള്ള ചെറിയ ഡാമും ഒക്കെയായി നമ്മുടെ മനം കവരുന്ന അതിസുന്ദരമായ ഒരു ഗ്രാമമാണ് മേക്കരൈ. നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനിൽ നിന്നും തമിഴ്നാട്ടിലെ ഈ ഉൾനാടൻ ഗ്രാമത്തിലെത്തണമെങ്കിൽ ഏകദേശം 100 കിലോമീറ്റർ സഞ്ചരിക്കണം. തിരുവനന്തപുരം തെങ്കാശി പാതയിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത്. വനത്തിൽ കൂടിയും ഗ്രാമങ്ങളിൽ കൂടിയും പിന്നെ തമിഴ്നാട്ടിലെ കൃഷിയിടങ്ങളിൽ കൂടിയുമുള്ള യാത്ര അതിമനോഹരമാണ്. കുളത്തൂപ്പുഴ ബാലശാസ്ത്ര ക്ഷേത്രവും തെന്മല ഡാമും തെന്മല ഇക്കോ ടൂറിസത്തിന്റെ ഭാഗമായുള്ള മാൻ പാർക്കും ഒക്കെ കണ്ടുകൊണ്ടാണ് പോയത്. തെന്മലയിലെ ചെന്തുരുടി വനമേഖലയിലാണ് മാൻ പാർക്ക് സ്ഥാപിച്ചിരിക്കുന്നത്. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് സന്ദർശന സമയം. 50 രൂപയാണ് പ്രവേശന ഫീസ്. പുള്ളിമാനുകളെയും മ്ലാവുകളെയും നമുക്കിവിടെ അടുത്ത് കാണുവാൻ കഴിയും. പല പ്രാവശ്യം ഇതുവഴി യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഒരിക്കലും മടുപ്പ് തോന്നാത്ത റൂട്ടുകളിലൊന്നാണിത്. ചരിത്ര പ്രസിദ്ധമായ 13 കിണറ പാലത്തിന്റെയും ആര്യങ്കാവ് യസോളുകൾ കൂടി ഭാരം കയറ്റി വരുന്ന ലോറികളുടെയും കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ടാണ് യാത്ര ചെയ്യുന്നത്. ചെങ്കോട്ടയെത്തി അച്ചൻകോവിൽ റോഡ് വഴി സഞ്ചരിച്ചാണ് നമ്മൾ മേക്കരൈ ഗ്രാമത്തിലെത്തുന്നത്. ഗ്രാമത്തിലെത്തുന്നതിന് മുമ്പായി അച്ചൻകോവിൽ റോഡിൽ നിന്നും ഇടതുഭാഗത്തേക്ക് തിരിഞ്ഞ് ഏകദേശം 2 കിലോമീറ്റർ സഞ്ചരിക്കുമ്പോൾ തിരുമലൈ കോവിലെത്തും. തിരുമലൈ കോവിലും മേക്കരൈ ഗ്രാമവും തമ്മിൽ ഏകദേശം 10 കിലോമീറ്ററിന്റെ വ്യത്യാസം മാത്രമാണുള്ളത്. അതുകൊണ്ട് പോകുന്ന വഴിയിൽ തീർച്ചയായും നമുക്ക് ഈ പുണ്യഭൂമി കൂടി സന്ദർശിക്കാം. കാറിലാണ് പോകുന്നതെങ്കിൽ 50 രൂപയുടെ പാസ് എടുക്കണം. പിന്നെ മനോഹരമായ ഈ റോഡിൽ കൂടി സുന്ദരമായ കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ടാണ് മലമുകളിൽ സ്ഥിതി ചെയ്യുന്ന തിരുമലൈ കുമാരസ്വാമി ക്ഷേത്രത്തിലെത്തുന്നത്. +625 പടികൾ കയറി ഇതുവഴിയും ക്ഷേത്രത്തിന് മുന്നിലെത്താം. പശ്ചിമഘട്ട മലനിരകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ക്ഷേത്രത്തിന് മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ ചുറ്റുപാടും മനോഹരങ്ങളായ കാഴ്ചകളാണ്. മേക്കര ഗ്രാമത്തിലെ വയലേലകളും തെങ്ങിൻ തോപ്പുകളും ഗ്രാമത്തോട് ചേർന്നുള്ള ഡാമുമാണ് അങ്ങ് ദൂരെ കാണുന്നത്. ഇനി നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. തിരുമലൈ കോവിലിൽ നിന്നും അച്ചൻകോവിൽ റോഡിലെത്തി കുറച്ചു ദൂരം സഞ്ചരിച്ചപ്പോൾ തന്നെ കന്നുകാലികളെ തെളിച്ചു കൊണ്ടുവരുന്ന ഗ്രാമീണരെ കണ്ടു തുടങ്ങി. റോഡിൽ പല ഭാഗത്തും ഇത്തരം കാഴ്ചകൾ കാണാമായിരുന്നു. ഇതാണ് മേക്കരൈ എന്ന മനോഹരമായ കൊച്ചു ഗ്രാമം. തമിഴ്നാട്ടിലെ തെങ്കാശി ജില്ലയിലെ മനോഹരങ്ങളായ ഗ്രാമങ്ങളിൽ ഒന്നാണ് മേക്കരൈ. കേരള അതിർത്തിയിൽ നിന്നും അധികം ദൂരത്തല്ലാതെ കിടക്കുന്ന ഈ ഗ്രാമത്തിന് കേരളത്തിലെ ഏതെങ്കിലും ഗ്രാമങ്ങളോട് സാദൃശ്യം തോന്നിയാൽ അത് സ്വാഭാവികം മാത്രം. പച്ച പുതച്ചു കിടക്കുന്ന നെൽപ്പാടങ്ങളും പിന്നെ പശ്ചിമഘട്ട മലനിരകളുടെ മനോഹാരിതയുമാണ്
സഞ്ചാരികളെ ഇങ്ങോട്ട് ആകർഷിക്കുന്നത്. ചുറ്റും തലയുയർത്തി നിൽക്കുന്ന മലനിരകൾ കാണുമ്പോൾ അവ ഗ്രാമത്തിന്റെ അതിർവരമ്പുകളാണെന്ന് തോന്നിപ്പോകും. കൃഷിയും കന്നുകാലി വളർത്തലുമാണ് ഇവിടുത്തെ പ്രധാന തൊഴിൽ. ഗ്രാമക്കാഴ്ചകൾ കണ്ട് കുറച്ചുകൂടി മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ മനോഹരമായ ഒരു ചെറിയ ഡാമിന് മുന്നിലെത്തും. അടവിനയനാർ ഡാം എന്നാണ് ഈ കുഞ്ഞു ഡാമിന്റെ പേര്. നമ്മൾ തിരുമലൈ കോവിലിന് മുന്നിൽ നിന്നും കണ്ട ഡാമാണിത്. പ്രധാനമായും കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ജലം സംഭരിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഡാം നിർമ്മിച്ചിട്ടുള്ളത്. മഴ പെയ്ത് വെള്ളം കവിഞ്ഞൊഴുകുന്നത് കൊണ്ടാണ് ഇത്രയും ഭംഗി. വേനൽക്കാലത്ത് വന്നാൽ ഇത്രയും ഭംഗി ഉണ്ടാകണമെന്നില്ല. ഡാമിന് സമീപത്തായി ഇത്തരത്തിലുള്ള പ്രതിമകൾ സ്ഥാപിച്ചിരിക്കുന്നതും കൗതുക കാഴ്ചയാണ്. തെങ്കാശിയിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ശാന്തസുന്ദരമായ ഗ്രാമക്കാഴ്ചകളും പ്രകൃതി ഭംഗിയും ആസ്വദിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലമാണ് മേക്കരൈ.